ഞാൻ നേരത്തെ ഇടത് സഹയാത്രികനും ഇ.പി. ജയരാജനൊക്കെ സംസാരിക്കുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. ഈ ലോകം മുഴുവൻ മനസ്സിലായിട്ടും കേരളത്തിലെ ജനങ്ങൾ, സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിട്ടും ബഹുമാനപ്പെട്ട കോടതി ഉൾപ്പെടെ കൃത്യമായി വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇവർക്ക് ഈ കാര്യങ്ങൾ ബോധ്യമാവുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവർ എന്തൊക്കെ പാർട്ടി കമ്മിറ്റികൾ കൂടിയിട്ടായാലും പാർട്ടി കമ്മിറ്റികളിലെ പ്രവർത്തകരും നേതാക്കന്മാരും അവരെ വിമർശിച്ചിട്ടായാലും ഇവരൊന്നും യാഥാർത്ഥ്യത്തിലേക്ക് ഇനിയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ്. കാരണം ഇത്രയേറെ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ബഹുമാനപ്പെട്ട ഇ.പി. ജയരാജൻ ഉൾപ്പെടെ പറയുന്നത് BJPയെ സ്വാധീനിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, കോടതിയെ സ്വാധീനിച്ചിട്ടാണ് ഈ തെളിവുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വളരെ വിഡ്ഢിത്തപരമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഇന്നൊരു DYFI-കാരനെ നേരത്തെ പിടിച്ചത് അജ്മിത് ഹാജി ഇബ്രാഹിം സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഇങ്ങനെയുള്ള എത്ര കേസുകൾ, ഇതൊരു ഫർസീൻ മജീദിൻ്റെ വിഷയമല്ല, ഇങ്ങനെയുള്ള എത്ര കേസിനകത്ത് എത്ര നിരപരാധികൾ പ്രതിയേർക്കപ്പെട്ടു, ഒന്ന് പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ എത്ര ആളുകളെ തലതല്ലി പൊളിച്ചു, എത്ര ആളുകൾ, ഒന്നോ രണ്ടോ ആളുകൾ പൊതുസമൂഹത്തിന് മുൻപിലേക്കും മാധ്യമങ്ങളുടെ മുൻപിലേക്കും കടന്നു വന്നിട്ടുണ്ടാവും, എത്ര ആളുകൾ പീഡനത്തിന് ഇരയായിട്ടുണ്ട്, എത്ര ആളുകളെ അവരവരുടെ പ്രദേശത്ത് വെച്ച് CPM-ൻ്റെ ഗുണ്ടകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഈ നാടിനകത്ത് തിരിച്ചടി കൊടുത്തതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ CPM-നേറ്റ പരാജയമെന്ന് പറയുന്നത്. ഇതുപോലും ഇന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഇന്നും ഞാൻ ഒരു വധശ്രമ കേസിലെ പ്രതിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്ത തെറ്റ് ഇന്ന് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് 4 വർഷക്കാലം ഞാൻ നടത്തിയ, എൻ്റെ സുഹൃത്തുക്കൾ നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഞങ്ങളെ അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു എന്ന് പറയുന്ന ആ മനുഷ്യൻ ഞങ്ങളെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്നും ഈ കേസിനകത്ത് ഈ കേരളത്തിലെ സമൂഹത്തിന് മുമ്പിലേക്ക് വെളിപ്പെടുത്താൻ സാധിക്കാത്ത തരത്തിലേക്ക്, പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഞങ്ങൾ മാറുമായിരുന്നു. ഈ വിഷയത്തിനകത്ത് ഈ ഫർസീൻ മജീദ് എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ളതോ ഒരു KSU പ്രവർത്തകൻ എന്നുള്ളതല്ല. കേരളം 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ നിരവധിയാർന്ന ആളുകളെ പീഡിപ്പിക്കപ്പെട്ടു, നിരവധിയാർന്ന ആളുകൾ കേസിന് ഇരയാക്കപ്പെട്ടു. ഇതൊക്കെ ഒന്ന് ഇഴകീറി പരിശോധിച്ച് കഴിഞ്ഞാൽ വാദി പ്രതിയാവുകയും പ്രതിവാദികളാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തും. അനിൽകുമാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എൻ്റെ തലയിലും എൻ്റെ മൂക്കിലും അടിച്ച് എൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും വന്ന രക്തം അത് എനിക്കറിയാവുന്നതാണ്. ഞാൻ പറയുന്നത് കളവാണെങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ. ഇനി വന്നിരിക്കുന്നത് UDF-ൻ്റെ ഗവൺമെൻറ് ആണെന്ന് പറയുമ്പോൾ UDF-ൻ്റെ കോൺഗ്രസിൻ്റെ ആഭ്യന്തരമന്ത്രി ഇരിക്കുന്ന കേരളത്തിനകത്ത് ഞങ്ങൾക്ക് ഒരു ഫേവറിൻ്റെയും ആവശ്യമില്ല. സത്യസന്ധമായി കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസിന് അത് തെളിയിക്കാൻ പറ്റും. കേരളത്തിലെ പോലീസിനെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇങ്ങനെയുള്ള നിരവധിയാർന്ന കേസുകൾക്കകത്ത് ഇന്ന വകുപ്പുകൾ ഇടണമെന്ന് AKG സെൻറ്ററിൽ നിന്നാണ് പറയുന്നത്. ഇന്ന വകുപ്പുകൾ അയാളുടെ പേരിൽ ചേർക്കണമെന്ന് പാർട്ടി ഓഫീസുകളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വകുപ്പുകൾ പോലീസുകാർ ചേർക്കുമ്പോൾ പോലീസുകാരെ മാത്രം പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ പറ്റുക? AKG സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്നതും പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്നതും വകുപ്പുകൾ ചേർക്കുമ്പോൾ അതിൽ കേന്ദ്രത്തിൻ്റെ അനുമതി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.